ഗൾഫ് 18ലേക്ക് വിശദമായി. എയർ ഇന്ത്യ നിർത്തലാക്കിയ റൂട്ടുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കാത്തത് പ്രവാസികളെ ദുരിതത്തിലാക്കുന്നു. ആഴ്ചയിൽ 2200ഓളം സീറ്റുകളാണ് എയർ ഇന്ത്യ സർവീസ് അവസാനിപ്പിച്ചതോടെ ഇല്ലാതായത്. മാർച്ച് 23-നാണ് എയർ ഇന്ത്യ സർവീസ് അവസാനിപ്പിച്ചത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും പകരം സംവിധാനം ഏർപ്പെടുത്തിയില്ല. നിലവിൽ ദുബായ് കോഴിക്കോട് സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 സർവീസുകൾ മാത്രമാണ് ഉള്ളത്. വൈകിട്ട് 5 മണിക്കും രാത്രി 11:40-നുമാണ് സർവീസുകൾ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വേനൽക്കാല ഷെഡ്യൂളിൽ ഷാർജ കോഴിക്കോട് റൂട്ടിൽ മാത്രമാണ് 3 ദിവസത്തെ അധിക സർവീസ് കാണിക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:55-ന് ഉണ്ടായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് തിങ്കൾ, വെള്ളി, ശനി ദിവസങ്ങളിൽ മാത്രമായി ചുരുക്കി. സമയത്തിലും മാറ്റമുണ്ട്. രാത്രി 1:10-ന് പുറപ്പെട്ട് രാവിലെ 6:50-ന് കോഴിക്കോട് എത്തിച്ചേരുന്ന വിധത്തിലാണ് സർവീസ്. വിമാന സീറ്റുകളുടെ എണ്ണത്തിലുണ്ടായ വൻകുറവ് സീസൺ സമയങ്ങളിൽ ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനയുണ്ടാക്കും എന്ന ആശങ്കയിലാണ് പ്രവാസികൾ. ന്യൂസ് 18 ദുബായ്. ഓവർ സ്പീഡിന് ഫൈൻ കിട്ടി ശീലമുള്ള മലയാളികൾക്ക് സ്പീഡ് കുറച്ചാൽ ഫൈൻ എന്ന വാർത്ത തന്നെ ഒരു കൗതുകമാകും. എന്നാൽ അബുദാബിയിൽ താമസിക്കുന്നവർക്ക് ഇതിൽ കൗതുകം ഒന്നുമില്ല. സ്പീഡ് കൂട്ടിയാൽ മാത്രമല്ല, കുറച്ചാലും പിഴ വരും എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അബുദാബി പോലീസ്. എമിറേറ്റിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിലൂടെ നിർദ്ദിഷ്ട വേഗതയിൽ താഴെ വാഹനമോടിച്ചാൽ പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിലെ ഇടതു നിന്നുള്ള ആദ്യ 2 ലൈനുകളിൽ കുറഞ്ഞ വേഗത മണിക്കൂറിൽ 120 കിലോമീറ്റർ ആയിരിക്കും. ഇതിൽ കുറഞ്ഞ വേഗതയിൽ ഈ ലൈനുകളിലൂടെ വാഹനമോടിച്ചാൽ പിഴ കിട്ടും. ഏപ്രിൽ മാസത്തിൽ മുന്നറിയിപ്പ് നൽകും. മെയ് മാസം മുതൽ പിഴ ഈടാക്കും. കൂടിയ വേഗത മണിക്കൂറിൽ 140 കിലോമീറ്ററാണ്. റോഡ് സുരക്ഷ മുൻനിർത്തിയാണ് മിനിമം വേഗത നടപ്പിലാക്കുന്നതെന്ന് സെൻട്രൽ ഓപ്പറേഷൻ സെക്ടർ ഡയറക്ടർ മേജർ ജനറൽ അഹമ്മദ് സൈഫ് ബിൻ സൈതൌൺ അൽ മുഹൈരി പറഞ്ഞു. നിയമം ലംഘിക്കുന്നവർക്ക് 400 ദിർഹമാണ് പിഴ. കുറഞ്ഞ വേഗത നിശ്ചയിച്ചിട്ടില്ലാത്ത 3ാമത്തെ പാതയിലൂടെ വേഗത കുറഞ്ഞ വാഹനങ്ങൾക്ക് കടന്നു പോകാം. ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള അവസാന പാതയിലും സ്പീഡ് ലിമിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 അബുദാബി. UAEക്ക് പുതിയ ഒരു വൈസ് പ്രസിഡന്റ് കൂടി വരുന്നു. UAE കിരീടാവകാശിയെയും പ്രഖ്യാപിച്ചു. ഷെയ്ഖ് മൻസൂർ ആണ് വൈസ് പ്രസിഡന്റ്. ഷെയ്ഖ് ഖാലിദ് ആണ് അബുദാബി കിരീടാവകാശി. UAE ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യ വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാൻ UAE വൈസ് പ്രസിഡന്റാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റായി നിയമിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം UAE വൈസ് പ്രസിഡന്റ് പദവിയിൽ തുടരും. ഇതിനൊപ്പമാണ് ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റ് ആകുന്നത്. UAE വാർത്താ ഏജൻസിയായ വാമാണ് പുതിയ പ്രഖ്യാപനം റിപ്പോർട്ട് ചെയ്തത്. ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ അബുദാബി കിരീടാവകാശിയായും പ്രഖ്യാപിച്ചു. ഷെയ്ഖ് തൻഹൂർ ബിൻ സായിദിനെയും ഷെയ്ഖ് ഹസ്സ ബിൻ സായിദിനെയും അബുദാബി ഉപഭരണാധികാരികളായും ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ചു. ഷെയ്ഖ് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിന്റെ മകനാണ്. ന്യൂസ് 18 അബുദാബി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ക്ഷേത്രക്കിണറിന്റെ മേൽത്തട്ട് തകർന്ന് വീണ് 13 പേർ മരിച്ചു. രാവിലെ രാമനവമി ഉത്സവത്തിന് ഇടയായിരുന്നു അപകടം. പുരാതനമായ കിണറിന്റെ മേൽക്കൂരയിൽ നിരവധി ആളുകൾ തടിച്ചുകൂടിയെന്നും ഭാരം താങ്ങാനാകാതെ തകർന്നു വീഴുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന പരാതിയിൽ ലോകായുക്തയുടെ നിർണായക വിധി നാളെ. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 18 മന്ത്രിമാർക്കെതിരെയാണ് പരാതി. വാദം പൂർത്തിയായി 1 വർഷം കഴിഞ്ഞ ശേഷമാണ് വിധി പറയുന്നത്. ലോകായുക്ത നിയമം അനുസരിച്ച് വിധി എതിരായാൽ മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലാകും. സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നാളെ നിർണായക ദിനം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇഷ്ടക്കാർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന പരാതിയിലാണ് ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. NCP നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് 25 ലക്ഷം, അന്തരിച്ച ചെങ്ങന്നൂർ MLA രാമേന്ദ്രൻ നായരുടെ കുടുംബത്തിന് 8.5 ലക്ഷം, CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് 20 ലക്ഷം. ഈ തുകകൾ അനുവദിച്ചതിൽ ക്രമക്കേടെന്നാണ് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം RS ശശികുമാറിന്റെ പരാതി. ഉഴവൂർ വിജയനായാലും രാമേന്ദ്രൻ നായരായാലും ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷേ സാമ്പത്തികമായി അവർ ഞെരുക്കത്തിലുള്ള വളരെ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരെ കുറിച്ചുള്ള ആക്ഷേപം കേൾക്കുമ്പോൾ അതിനൊരു അപവാദമാണവർ.
അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കേണ്ടത് ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് എടുത്തല്ല. ലോകായുക്ത നിയമത്തിന്റെ സെക്ഷൻ 14 അനുസരിച്ച് അയോഗ്യരെന്ന് ലോകായുക്ത കണ്ടെത്തുന്ന പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിയമന അധികാരിയാണ്. മുഖ്യമന്ത്രിക്കെതിരെയാണ് പരാമർശമെങ്കിൽ അതിൽ തീരുമാനം ഗവർണർ എടുക്കും. KT ജലീലിന്റെ കുരുക്കായതും ഇതേ നിയമമാണ്. അതൊഴിവാക്കാനാണ് ലോകായുക്ത നിയമത്തിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചത്. ദുരിതാശ്വാസ നിധി കേസ് ലോകായുക്ത പരിഗണിച്ച ഘട്ടത്തിലായിരുന്നു സർക്കാരിന്റെ ഭേദഗതി ഓർഡിനൻസും പിന്നീട് ബില്ലും. നിയമസഭ പാസാക്കിയെങ്കിലും ബില്ലിന് ഗവർണർ അംഗീകാരം നൽകിയിട്ടില്ല. അതിനാൽ നിലവിലെ നിയമമാണ് ബാധകം. അതായത് ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന് ലോകായുക്ത കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ രാജിയല്ലാതെ മറുവഴികൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നാളത്തെ വിധി സർക്കാരിന് ഏറെ നിർണായകമാകുന്നത്. വിചാരണ പൂർത്തിയായി 1 വർഷം കഴിഞ്ഞിട്ടും വിധി പ്രഖ്യാപിക്കാത്തതിനെതിരെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ലോകായുക്ത സിറിയക് ജോസഫും ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടിയും മധു കേസിൽ വിചാരണ കോടതി ഏപ്രിൽ 4 വിധി പറയും. ഇന്ന് കേസ് പരിഗണിച്ച മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയാണ് വിധി പറയാൻ മാറ്റിവെച്ചത്. മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് മധുവിന്റെ കുടുംബം വ്യക്തമാക്കി. മധുക്കേസ് പരിഗണിച്ച മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി KM രതീഷ് കുമാർ ഒരൊറ്റ വാചകമാണ് പറഞ്ഞത്. അല്പം ലെങ്തിയാണ്. അതുകൊണ്ട് ഏപ്രിൽ 4 വിധി പറയാം. തുടർന്ന് അടുത്ത കേസിലേക്ക് കടന്നു. വിധി പറയുമെന്ന പ്രതീക്ഷയിൽ മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും സമരസമിതി നേതാക്കളുമെല്ലാം എത്തിയിരുന്നു. അനുകൂല വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജേഷ് M. മേനോൻ. വിധി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിലുള്ളൊരു വിധി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. ഇപ്പോൾ മധുവിന്റെ കുടുംബവും പ്രതീക്ഷ പങ്കുവച്ചു. എന്റെ മധുവിന് നല്ലൊരു നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോടതി വക്കീല് ഇതൊക്കെ ഇവര് എല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ട്. സർക്കാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. എല്ലാ ലോക ആൾക്കാരും ഞങ്ങളുടെ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ എന്താ വരുമോ എന്നിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ല, അനുകൂലമായ വിധി വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മറ്റേ അതിൻ്റെ സാക്ഷികളുടെ മറ്റേ 302 അട്രോസിറ്റി, അതുപോലെ ഗൂഢാലോചന, ഇതെല്ലാം കറക്റ്റായിട്ട് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേസിലെ മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നു. 2018 ഫെബ്രുവരി 22 ചിണ്ടക്കിയൂരിലെ മധു ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നത്. ഏപ്രിൽ 4 കോടതി വിധി പറയുമ്പോൾ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മധുവിന്റെ കുടുംബവും പ്രോസിക്യൂഷനും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. മധു വധക്കേസിൽ വിധി കാത്തിരിക്കുമ്പോൾ ശ്രദ്ധേയമാവുകയാണ് മധുവിന്റെ അമ്മ മല്ലി നടത്തിയ പോരാട്ടം. അട്ടപ്പാടിക്ക് പുറത്തേക്ക് അധികം സഞ്ചരിച്ചിട്ടില്ലാത്ത മല്ലി മധുവിന്റെ മരണശേഷം നീതി തേടിയുള്ള യാത്രയിലായിരുന്നു. മല്ലി കടുകുമണ്ണ ആദിവാസി ഊരിലെ മാരിയുടെയും രംഗിയുടെയും 7 മക്കളിൽ മൂന്നാമത്തെയാൾ. സ്കൂൾ വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിക്കാത്തതിനാൽ എഴുതാനും വായിക്കാനും അറിയാത്തതിന്റെ നൊമ്പരം ബാല്യകാലം മുതൽ മനസ്സിലുണ്ട്. ചിണ്ടക്കി ആദിവാസി ഊരിലെ മല്ലനാണ് ഭർത്താവ്. 3 മക്കൾ: മധു, സരസു, ചന്ദ്രിക. ഭർത്താവ് മല്ലൻ ചെറുപ്പത്തിലേ മരിച്ചതോടെ മക്കളെ പോറ്റി വളർത്താനുള്ള ഓട്ടത്തിലായിരുന്നു മല്ലി. എന്നാൽ മാനസിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് മകൻ മധു വീട്ടിൽ നിന്നും മാറി നടന്നത് ഈ അമ്മയെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. മധുവിന്റെ മരണത്തോടെ തീരാവേദനയിലായി മല്ലി. 2018 ഫെബ്രുവരി 22 മധു കൊല്ലപ്പെട്ടത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിചാരണ നീണ്ടതോടെ മല്ലി നീതിക്കായുള്ള പോരാട്ടം ആരംഭിച്ചു. അട്ടപ്പാടിക്ക് പുറത്തേക്ക് അധികം സഞ്ചരിച്ചിട്ടില്ലാത്ത മല്ലി പിന്നീട് നിരന്തരം യാത്രകളിലായിരുന്നു. ഇതുവരെ ഫ്യൂരത്തിന് പോയിട്ടില്ല. ഞങ്ങളുടെ അവിടെ ഉള്ള ആൾക്കാരെ എങ്ങനെ പേടിച്ചിട്ട് ഫ്യൂരാക്ക് പോവില്ല. പുറത്തുള്ള അമ്പലമൊക്കെ പോവില്ല. എങ്ങനെയോ സൗകര്യമേലെ പോയി വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചെമ്മണ്ണൂർ അമ്പലം, അത് മാത്രമേ ഞങ്ങൾ പോവുള്ളൂ. അയ്യപ്പ വിളക്ക്, ഇത് 2 സ്ഥലം മാത്രമേ ഞങ്ങൾ പോകും. പുറത്തൊന്നും അങ്ങനെ പോവില്ല. ഇതിനു വേണ്ടി മാത്രമാണ് അങ്ങനെ പോയി. ധൈര്യം കിട്ടിയത് എനിക്ക് അങ്ങനെ എല്ലാ ദൈവം തന്നെ. സാക്ഷികൾ കൂറുമാറി തുടങ്ങിയതോടെ നീതി തേടി സർക്കാരിനെ സമീപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ട് നിവേദനം നൽകി. കൂറുമാറ്റം തടയാൻ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. മല്ലിയെ കാണാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചിണ്ടക്കിയിലെത്തി. പ്രതികൾക്ക് വേണ്ടി ചിലർ ഭീഷണി മുഴക്കിയപ്പോൾ സധൈര്യം പോലീസിനെ അറിയിച്ചു. കുറുമ്പ ആദിവാസി ഭാഷ മാത്രം അറിഞ്ഞിരുന്ന മല്ലിക്ക്
മലയാളവും വഴങ്ങിത്തുടങ്ങി. അമ്മ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ല. സ്കൂളിൽ പോയിട്ടില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ഇവരോടൊക്കെ പോയി സംസാരിക്കും. എന്നാലും മലയാളം ഒന്നും അങ്ങനെ വരില്ല. ഞങ്ങളുടെ ഭാഷ നന്നായിട്ട് അറിയാം, അത് മാത്രമേ ഉള്ളൂ. ഒന്നോ രണ്ടിപ്പൊക്കെ കിട്ടി. മധുവിനായുള്ള അമ്മയുടെ പോരാട്ടം മക്കളെ പോലും അത്ഭുതപ്പെടുത്തി. ഒരമ്മയ്ക്ക് അറിയാലോ മകന് എന്ത് ചെയ്താലും അത് പറയാനുള്ള കഴിവ് അമ്മയ്ക്ക് ഉണ്ടാവണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും പറയണം, പേടിച്ച് നിൽക്കരുത്, അവരുടെ മുമ്പിൽ പറയണം. എന്താ അറിയാവുന്ന ഭാഷയിൽ എന്താണേലും അമ്മ പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെയെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത്. മധുവിന് വേണ്ടി മല്ലി നടത്തിയ പോരാട്ടവും പ്രാർത്ഥനയും പാഴാകില്ലെന്ന വിശ്വാസത്തിലാണ് മക്കളായ സരസുവും ചന്ദ്രികയും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ വൻ വർധന. ഇന്ന് 765 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് കോവിഡ് കേസുകൾ കൂടുതൽ. ഫെബ്രുവരിയിൽ കേസുകൾ കുറവായിരുന്നു. എന്നാൽ മാർച്ച് മാസത്തോടെയാണ് കേസുകളിൽ വർധനവുണ്ടായിട്ടുള്ളത്. KTU-VC വിഷയത്തിൽ തുടർ നടപടികളുമായി സർക്കാർ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ച പ്രകാരം നേരിട്ട് ഹാജരാകാൻ ഡോക്ടർ സിസ തോമസിന് നിർദ്ദേശം. നാളെ രാവിലെ ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിക്ക് മുമ്പാകെ ഹാജരാകാനാണ് നിർദ്ദേശം. മെയിൽ വഴിയാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അതേസമയം സിസ തോമസിനെതിരെ എന്ത് നടപടി വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനത്തിൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർക്ക് വീണ്ടും വിചാരം വേണമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഗവർണർ എടുത്ത തീരുമാനങ്ങൾ റിവ്യൂ ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. നേരത്തെ നൽകിയ പാനലിൽ നിന്ന് 2 പേർ റിട്ടയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നും പാനൽ പുതുക്കി നൽകുകയാണ് ചെയ്തത് എന്നും മന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിച്ച ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ചില നേതാക്കൾ വിദേശത്ത് ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുകയാണ്. ചിലർ വിദേശത്ത് പോകുന്നത് രാജ്യത്തെ താറടിച്ച് കാണിക്കാനാണ്. ആരും നിയമത്തിന് അതീതനല്ല എന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് 18 റേസിംഗ് ഇന്ത്യയിലായിരുന്നു ജഗ്ദീപ് ധൻഖറിന്റെ പരാമർശം. Some amongst us are engaged in thoughtless orchestration of sinister campaign to taint and tarnish our democratic institutions. None in democracy can claim to be above law. അരിക്കൊമ്പനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ജനകീയ ഹർത്താൽ നടത്തി അന്തർ സംസ്ഥാന ഗതാഗതം തടസ്സപ്പെടുത്തിയാണ് ജനം ഇന്ന് പ്രതിഷേധിച്ചത്. ഹർത്താൽ അനുകൂലികൾ സിംഗ് കണ്ടം, പൂപ്പാറ, പെരിയ കനാൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഉപരോധിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം നിലനിൽക്കെ വീണ്ടും ജനവാസ മേഖലയിൽ അരിക്കൊമ്പന്റെ സാന്നിധ്യം കണ്ടെത്തി. ഇത്തവണ പിടിയാനയ്ക്കും കുട്ടിയാനകൾക്കും ഒപ്പമാണ് അരിക്കൊമ്പൻ എത്തിയത്. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ നെറ്റ് സ്റ്റാറിന്റെ പുതിയ ശാഖ പാലായിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷ ജോസിൻ ബിനോ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോസഫ് തടത്തിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. മുൻ MP വക്കച്ചൻ മറ്റത്തിൽ, നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം എന്നിവർ ആദ്യ ഇടപാടുകൾ നടത്തി. തിരുവനന്തപുരം വെങ്ങാനൂർ ചാവടിനടയിലെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രപഞ്ചയാഗം നാളെ ആരംഭിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗമാണ് നടത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രധാന സന്യാസിമാരാണ് യാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രം, ബദ്രിനാഥ്, കേദാർനാഥ്, മധുര മീനാക്ഷി തുടങ്ങി 108 പുണ്യപുരാതന ക്ഷേത്രങ്ങളിലെ മുഖ്യ പുരോഹിതന്മാരാണ് യാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. പൗർണമിക്കാവ് ക്ഷേത്ര യാഗഭൂമിയിൽ കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ടുനിന്ന മഹാകാളി യാഗം നടന്നിരുന്നു. 51 ശക്തിപീഠ ക്ഷേത്രങ്ങളിലെയും ഭാരതത്തിലെ മറ്റ് പുണ്യപുരാതന ക്ഷേത്രങ്ങളിലെയും മുഖ്യ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് മഹായാഗം നടന്നത്. പിന്നാലെയാണ് 1 വർഷത്തിനു ശേഷം പ്രപഞ്ചയാഗം നടത്തുന്നത്. 1001 മഠാധിപതികളും പുരോഹിതരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. 12,008 ദ്രവ്യങ്ങൾ ഉൾപ്പെടെ ഈ യാഗത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ച്
ഈ ലോക നന്മയ്ക്ക് അത് ഉപകരിക്കണമെന്നാണ്. ആയി രാജവംശം നിർമ്മിച്ചതാണ് പുരാതന പൗർണമിക്കാവ് ക്ഷേത്രം. ബാലത്രിപുര സുന്ദരി ദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. ഈ ആയി രാജവംശക്കാരുടെ തലമുറ ഇവിടെ കാലാകാലങ്ങളിൽ അവരുടെ കുടുംബദേവതയായി ആചരിച്ചിരുന്ന ഒരു ദേവിയാണ് പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി. ഈ ദേവി വളരെ ശക്തിയാർജിച്ച ദേവിയാണ്. അതിവിടുത്തെ മണ്ണ് കണ്ടാൽ തന്നെ അറിയാം, രക്തത്തിന്റെ നിറമുള്ള ചമ്മണ്ണാണ്. നാളെ ആരംഭിക്കുന്ന പ്രപഞ്ചയാഗം ഏപ്രിൽ 6 വരെ നീണ്ടു നിൽക്കും. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമാണ് യാഗം. ന്യൂസ് 18 തിരുവനന്തപുരം. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.